താങ്ക്സ് ചെറിയമേ. പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോ എന്താ മുഖത്തൊരു തെളിച്ചക്കുറവ്? ഒന്നുമില്ല ചെറിയമേ. അതോ ഇനി കല്യാണം കഴിച്ചാ മതിയോ? ഞാൻ മാത്രം ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം ചെറിയമേ? ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്നോടും ഇഷ്ടം വേണ്ടേ? മോളെ, രാജുവിന് നിന്നോട് ഇഷ്ടമുണ്ട്. പക്ഷേ അതവൻ തുറന്നു പറയാത്തതിന് വലിയൊരു കാരണമുണ്ട്. പ്രതാപേട്ടനോടുള്ള ബഹുമാനം, സ്നേഹം, ഇതൊക്കെ കൊണ്ടാ രാജു ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. അല്ലാതെ രാജുവിന് നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. മോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? സന്തോഷായിട്ട് നിക്ക്. അതല്ല ചെറിയമേ, നല്ലൊരു അവസരം ഉണ്ടായിട്ടും അച്ഛൻ അനുവാദം തന്നിട്ടും എന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. മോളുടെ ആഗ്രഹം എല്ലാം നടക്കും. നീ ഒരു കളങ്കമില്ലാത്ത കുട്ടിയാ, വെറും പാവം. അതുകൊണ്ട് ആർക്കും മോളെ കരയിപ്പിക്കാനാവില്ല. അല്ല, ഞാൻ കരയുന്നതൊക്കെ രാജു കണ്ടതല്ലേ? എന്നിട്ടും മോള് പോസിറ്റീവായി ചിന്തിക്കേ. എന്തായാലും രാജുവിനോട് മോൾ ഇക്കാര്യം തുറന്നു സംസാരിക്കേ. എല്ലാം ശരിയാവും. ദൈവമേ, എന്റെ മോൻ എന്താ പറ്റിയത്? വേണോട്ടാ, അവനെ ഒന്ന് വിളിക്ക് വേണോട്ടാ. എന്നിട്ട് അവനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. നീ ഇങ്ങനെ കിടന്ന് കാറി പോവാതെടി. അവനിങ്ങ് വരും. എന്തായാലും സാറിന്റെ കൂടെയല്ലേ അവൻ. ഒരു വർമ്മ സാറ് അളിയന്റെ ജീവിതം ഇങ്ങനെ ഇവിടെ കുട്ടിച്ചോറാക്കുന്നത് ഈ വർമ്മ സാറും അയാളെ മകള് ആ ഹൃദയം കൂടെയാ. വർമ്മ സാറ് ഹൃദയം വേണം. രാജുവിന്റെ ചുണ്ടിന് ഏത് നേരവും ഈ മന്ത്രം മാത്രമല്ലേടി പ്രിയെ? രാജുവിന് ആപത്തൊക്കെ വന്നു ആരാ നിന്നോട് പറഞ്ഞ? അതൊക്കെ ഞാൻ അറിയും. കാരണവേ, രാജുവിന്റെ കാര്യത്തിൽ ഉത്കണ്ഠ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കാ. അങ്ങനെ അവരൊക്കെ വലിയ ആളുകളായിരിക്കും. പക്ഷെ അവർക്കൊക്കെ വേണ്ടി ഒരാളിങ്ങനെ മരിക്കാൻ നടക്കുന്നത് ശരിയാണോ? അതാ ഞാനും ചോദിക്കുന്നത്. ഈ രാജുവിനെ വർമ്മ സാറിന്റെ കൊട്ടാരത്തിലെ നട ഇരുത്തിയേക്കാണോ? ദൈവമേ, പരുക്ക് പറ്റിയ കാര്യം ആരും അറിയണ്ടെന്നാ വിചാരിച്ച. ഇതിപ്പോ എല്ലാരും വീടിന്റെ വാതൊക്കെ തന്നെ ഉണ്ടല്ലോ. ചെറുതായിട്ടോ, എന്താ മോനെ നീ പറയുന്നേ? അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ. അമ്മേ, നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് അച്ഛനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങളെ ചിലരൊക്കെ വന്ന് വെറുതെ പേടിപ്പിച്ചിരിക്കുക. എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. കണ്ടില്ലേ എന്നെ? രമ്യ ഇവിടെ ഒന്ന് പറഞ്ഞു, ഋതികാമാടത്തെ രക്ഷിക്കാൻ പോയപ്പോ അവിടെ എന്തോ വെട്ടോ കുത്തോ ഉണ്ടായിരുന്നു. രമ്യക്ക് പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണല്ലോ പ്രധാന പണി. ഞാൻ ഋതികയുടെ കാര്യം തിരക്കാനൊന്നും പോയില്ല.
അവിടെ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ അപ്പപ്പോ അംബികമ്മയുടെ വിളിച്ചു പറയും. അതുകൊണ്ടാ. ഹ, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എടാ രമ്യക്ക് നിന്റെ കാര്യത്തിൽ ടെൻഷൻ കാണും. കാരണം അവള് നാളെ നിന്റെ ഭാര്യ പോകുന്ന ആളാ. എന്ത്? ഭാര്യ നാളെ ഒന്നും വേണ്ട, കുറച്ചു ദിവസം കഴിഞ്ഞു മതി. ഇതൊക്കെ ആര് തീരുമാനിച്ചു? ആ ഓരോരുത്തരും മനക്കോട്ട കെട്ടുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ കുറച്ച് വെള്ളം ചൂടാക്ക്. രാജു ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കട്ടെ. യൂക്കാലായിട്ട് കുടിച്ചാ നീർപിടുത്തം ഉണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടും. രാജേഷ്, പുതിയതായി പണിയെടുപ്പിക്കുന്ന ഹോസ്പിറ്റലിന്റെ മെയിന്റനൻസ് ഫെസിലിറ്റീസിനായി സാർ 50 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിരുന്നു. ഓ ഇപ്പൊ മനസ്സിലായി. രൂപ 50 ലക്ഷോ? പിരിവാ? ആ പണം വേണ്ടത് നാളെയാണ് സാർ. അതിനെന്താ, തരാം. അക്കാര്യം ഞാൻ മറന്നിട്ടൊന്നുമില്ല. ആ പണം ഞാൻ എന്റെ PA രാജുവിനെ ഏൽപ്പിച്ചിരിക്കുക. താങ്ക് യു സാർ. പണം ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് രാജു ഇവിടെ സൂക്ഷിച്ചിരിക്കുക. നിങ്ങൾ നാളെ വന്നാൽ മതി. അപ്പോ രാജു ഉണ്ടാവും. അപ്പൊ തന്നെ നിങ്ങൾക്ക് പണവും കൊണ്ടുപോകാം. അത് മതി സാർ. ഞാൻ ഒരു ദിവസം മുമ്പേ വന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഓ താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാർ. ശരി.